കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന നിലപാടുകളും നടപടിക്രമങ്ങളുമാണ് ഇന്ത്യയിൽ നിന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്ന തന്ത്രം ആദ്യം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് പാകിസ്ഥാനാണെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ അവർ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുന്ന രീതിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത് സിന്ധു നദീതട കരാർ റദ്ദാക്കിക്കൊണ്ടാണ് ആദ്യത്തെ ഇന്ത്യയുടെ പ്രഹരം പാകിസ്ഥാൻ ഉണ്ടായത്. തുടർന്ന് ഉറി ഡാം തുറന്നു വിട്ടതോടുകൂടി ആ തായ്വാരത്തിലുള്ള മേഖല മുഴുവൻ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞു. ലോകത്തുള്ള പരമാവധി രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇന്ത്യയോട് സഹകരണം കാണിക്കുകയും ഇന്ത്യക്കൊപ്പരം ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളത് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പോൾ 1971 യുദ്ധം നടന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരുപാട് യുദ്ധങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. അതിൽ പ്രധാനമായിരിക്കുന്നത് 1999 കാർഗിൽ യുദ്ധം ഇന്ത്യ അതിജീവിച്ചതാണ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പാകിസ്ഥാൻ നടത്തി പിടികൂടപ്പെട്ടതാണ്. 2007 സംജോത എക്സ്പ്രസ് സ്ഫോടനം, 2008 ഈ മുംബൈ ആക്രമണം, 2019 പുൽവാല ആക്രമണം. ഈ അക്രമത്തിലൊക്കെ വലിയ രീതിയിൽ അതിജീവനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യ ധൈര്യമായിട്ട് മുന്നോട്ട് നിൽക്കാനുള്ള പ്രത്യേകപരമായ കാരണം. മാത്രമല്ല പാകിസ്ഥാനിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ എല്ലാ കാലത്തും അവരെ പിടികൂടിയ കാര്യമാണ്.